ഹാബിന്റെ 2 പ്രൊഡക്റ്റുകൾ ഇന്ന് പരിചയപ്പെടുത്തരാം കേട്ടോ. ഒന്ന് നമ്മളുടെ അവന്യൂ എന്ന് പറയുന്ന പെർഫ്യൂമും രണ്ടാമത് അമേർ എന്ന് പറയുന്ന പെർഫ്യൂമും. ഇത് സൗദിയിൽ നിന്ന് വരുന്ന ആളുകൾ ഇവിടെ വന്നതിന് ശേഷം നാട്ടിൽ വന്ന് ഇവർ കൊണ്ടുവന്ന് തീർന്നാൽ എന്തായാലും നമ്മളെ ഷോപ്പിൽ വന്നിട്ട് ഈ ഫോട്ടോസ് പൊതുവെ കാണിച്ചു തരാറുണ്ട്. മീൻസ് ഇത് നിങ്ങളെ കയ്യിലുണ്ടോ എന്ന് വെച്ചാൽ അവന്യൂ പിന്നെ നമുക്കറിയാൻ പറ്റും കിഡ വെൻഡസിന്റെ ഒരു ബെസ്റ്റ് പെർഫ്യൂം ആയി കണ്ട്, അതുപോലെ DN അല്ലെങ്കിൽ നല്ലൊരു ക്ലോൺ പെർഫ്യൂം ആയി കണ്ടിന് പരിചയപ്പെടുത്താൻ പറ്റുന്നതാണ്. പക്ഷെ പഴയ ആ ഒരു ക്വാളിറ്റി അൽ റിഹാബിന്റെ ഒരു പ്രൊഡക്റ്റുകൾക്ക് ഇപ്പോൾ കിട്ടുന്നില്ല. അത് എൻ്റെ ഒരു അഭിപ്രായം മാത്രമാണ്. നമുക്ക് ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങൾ ഉണ്ടാവും, കിട്ടുന്നുണ്ട് എന്നുള്ള അഭിപ്രായം കിട്ടുന്നില്ല എന്നുള്ളത്. ഞാൻ പറഞ്ഞ അൽ റിഹാബ് എന്നുള്ള പ്രൊഡക്റ്റ് നമുക്കറിയാം ഒരു സൗദി ബേസ്ഡ് കമ്പനി ആയിക്കാണ്ട് പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ്. പിന്നെ കുഴപ്പമില്ല, മിഡിൽ ക്വാളിറ്റിയാണ്. എല്ലാത്തിനും നമുക്ക് വലിയൊരു ക്വാളിറ്റി ഒന്നും പറയാൻ പറ്റിയില്ലെങ്കിലും ഒരു മിഡിൽ ക്വാളിറ്റി ആയിക്കാണ്ട് നമുക്ക് ഇതിനെ പരിചയപ്പെടുത്താൻ പറ്റും. അവന്യ ആയാലും പിന്നെ മറ്റുള്ള അവരുടെ ഏറ്റവും ക്ലിക്കായ സാധനം അവരുടെ ചെൽസി എന്ന് പറയുന്ന ആ ഒരു അമി മാക്കേഴ്സിന്റെ ഷാലീസിനോട് സാമ്യം ഉണ്ട് എന്ന് പറയുന്ന അങ്ങനത്തെ ഒരു ഫ്രാഗ്രൻസ് ഉണ്ടല്ലോ, അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഒരു ക്ലിക്കായ പ്രൊഡക്റ്റ് എന്നുള്ളത്. ഇത് അവന്യൂന് ഇതാ കണ്ടില്ല, ഒരു ബാച്ച് നമ്പർ ഉണ്ടാവും. ഒറിജിനലിന് കണ്ടില്ല, ഇങ്ങനത്തെ ബാച്ച് നമ്പർ ഉണ്ടാവും. പിന്നെ ഒരു വിധം പ്രൊഡക്റ്റുകൾക്കൊക്കെ ഞാൻ കണ്ടിട്ടുള്ളത് അൽ റിഹാബ് എന്നുള്ളത് ഇവിടെ സിൽവർ ടോപ്പിൽ ജസ്റ്റ് ഇവിടെ പഞ്ച് ചെയ്തിട്ടുണ്ടാവും. കണ്ടില്ലേ, സിമ്പിളാണ്. റോൾ ഓൺ വേണം ഇങ്ങനെ വരുന്നത്. അതെ, കിടവ എനിക്ക് തോന്നുന്നു ഇതിലേറെ നല്ല ക്വാളിറ്റി ഉള്ള ഓയിലുകൾ ഷോപ്പുകളിൽ പൊതുവെ കിട്ടാറുണ്ട് എന്നുള്ളതാണ്. മറ്റുള്ള അത്ര ഷോപ്പുകളിലൊക്കെ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്രീഡവൻഡസിന്റെ നല്ല ഓയിൽ തന്നെ കിട്ടും. ഇതിലേറെ ഹൈ ക്വാളിറ്റി ഉള്ള ഓയിൽ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. അത്ര പ്രൈസും വരുന്നില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ അവന്യൂന്റെ സ്മെല്ല് കുറച്ച് സ്മോക്കി ഒഴിവാക്കിയിട്ട് ആ ഒരു പൈനാപ്പിൾ നോട്ട്സിൽ മാത്രം കൊണ്ടുപോകുക എന്നുള്ള കൺസെപ്റ്റിലാണ് ഇത് എനിക്ക് ഫീൽ ആയത്. അങ്ങനെയാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ. ലാസ്റ്റിങ് പറഞ്ഞ ഒരു നമുക്കൊരു 4 hour ആയിട്ട് 3 hour വരെയൊക്കെ ലാസ്റ്റിങ് കിട്ടുള്ളൂ. പ്രൊജക്ഷൻ വലിയൊരു പ്രൊജക്ഷൻ ഒന്നും ഇല്ല. പ്രൊഡക്റ്റ് ജസ്റ്റ് പരിചയപ്പെടുത്തുമ്പോൾ കൂട്ടത്തിൽ പരിചയപ്പെടുത്തിയെന്ന് മാത്രം. ഇതാണെങ്കിൽ അതേപോലെ തന്നെയാണ്. ബാച്ച് നമ്പർ ഉണ്ടാവും, സ്റ്റിക്കർ, പിന്നെ റോൾ ഓണ്, പിന്നെ ചെറിയൊരു ഊതിൻ്റെ സ്മെല്ലും കൂട്ടത്തിൽ ഒരു സ്പൈസസ് നോട്ട്സും കൂടി മിക്സ് ചെയ്ത പോലെയാണ് നമുക്ക് ഈ അമേർന്ന് കിട്ടുന്നത് കേട്ടോ. അൽ റിഹാബിൻ്റെ ഓൾ പ്രൊഡക്റ്റുകൾ, അവരുടെ ചെൽസി ആയാലും അവരുടെ സിദാൻ ആയാലും സബായ അങ്ങനെ തുടങ്ങുന്ന എല്ലാ പ്രൊഡക്റ്റും നമ്മളെ കയ്യിൽ അവൈലബിൾ ആണ്. അപ്പോൾ ആവശ്യക്കാർ കോൺടാക്ട് ചെയ്യുന്ന വീഡിയോക്ക് താഴെ നമ്പർ വെക്കാം കേട്ടോ.